കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത സിനിമകളിൽ പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന ഒരു സിനിമയാണ് വിക്രാന്ത് മാസിയുടെയും മേധാ ശങ്കറിന്റെയും 12th ഫെയിൽ. OTT റിലീസിനെത്തിയതോടെയാണ് സിനിമ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിയത്. IPS ഓഫീസർ മനോജ് കുമാർ ശർമ്മയുടെയും ഭാര്യ IRS ഓഫീസർ ശ്രദ്ധ ജോഷിയുടെയും യഥാർത്ഥ ജീവിതയാത്രയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ സിനിമ. സിനിമയിൽ ചെറിയൊരു ഫ്രെയിമിൽ ഇരുവരും വന്നിട്ടുമുണ്ട്. മധ്യപ്രദേശിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ച ശർമ്മ ചെറുപ്പം മുതലേ ദാരിദ്ര്യവും പഠനത്തിൽ വെല്ലുവിളികളും നേരിട്ടാണ് വളർന്നത്. 12ാം ക്ലാസ്സിൽ ഹിന്ദി ഒഴികെയുള്ള എല്ലാ വിഷയങ്ങൾക്കും പരാജയപ്പെട്ടു. ആ പരാജയം തന്റെ ജീവിതം വഴിതിരിച്ചുവിടുവാനുള്ള ദൃഢനിശ്ചയത്തിനൊരു കാരണമായി. 2ാം ശ്രമത്തിൽ 12ാം ക്ലാസ് പരീക്ഷ പാസ്സായ അദ്ദേഹം ഉപരിപഠനത്തിനായി ഡൽഹിയിലേക്ക് പോയി. ഒരു IPS ഓഫീസർ ആകുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം. പക്ഷേ ആ സ്വപ്നത്തിലേക്ക് എത്തുക എന്നത് അത്ര എളുപ്പമല്ലായിരുന്നു. ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാനും UPSC ക്രാക്ക് ചെയ്യാനും വേണ്ടി ടെമ്പോ ഓടിക്കൽ, ലൈബ്രറികളിൽ ജോലി, ഡോഗ് വാക്ക് എന്നിങ്ങനെ പല ജോലികൾ ചെയ്തു. ഫുട്പാത്തിൽ കിടന്നിറങ്ങിയ എത്രയോ രാത്രികൾ. ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും ശർമ്മ തളരാൻ തയ്യാറായില്ല. 4ാമത്തെയും അവസാനത്തെയും ശ്രമത്തിൽ UPSC പരീക്ഷ പാസ്സായി. 2005-ൽ മഹാരാഷ്ട്ര കേന്ദ്രയിൽ ചേർന്ന അദ്ദേഹം അതിനുശേഷം മികച്ച സേവനം അനുഷ്ഠിച്ചു. ഡൽഹിയിൽ വെച്ചാണ് മനോജ് കുമാർ ശർമ്മ ശ്രദ്ധയെ പരിചയപ്പെടുന്നത്. ഓരോ പരാജയത്തിലും വിജയത്തിലുമെല്ലാം പൂർണ്ണ പിന്തുണയുമായി ശ്രദ്ധ ജോഷിയും ഒപ്പമുണ്ടായിരുന്നു. മുംബൈ അഡീഷണൽ കമ്മീഷണറായ മനോജ് കുമാർ ശർമ്മ സിംബ അഥവാ സിംഹം എന്നാണ് അറിയപ്പെടുന്നത്. എല്ലാത്തിനും തുണയായി ഒപ്പമുണ്ടായിരുന്ന ശ്രദ്ധ ജോഷി IRS ഉദ്യോഗസ്ഥയാണ്.